മോർണിംഗ്, അനു മിസ് ആണ്. അപ്പം നമ്മുടെ എക്സാം ഒക്കെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒരു അടിപൊളി ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ പറ്റിയാണ്. നമുക്ക് ഈ ഒരു കലാരൂപത്തെ പറ്റി പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മിസ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇന്ന് നിങ്ങളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പം തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം, നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ. തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുവന്നത്? കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങളൊന്ന് എഴുതാനും അതുപോലെ തന്നെ ഒന്ന് വായിക്കാനും പഠിക്കണം. തുള്ളൽ കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്തായിട്ട് പറയണം? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയണം. എന്താണ് ഈ ഒരു തുള്ളൽ കലാരൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിന്റെ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മരസം കലർത്തിയാണ് ഈ ഒരു കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന തിന്മകളെ ഒരു പരിഹാസ രൂപേണ ആരെയും എന്താ പറയാ കോമഡി ആയിട്ട് അവതരിപ്പിക്കുവാണ് ഈ ഒരു തുള്ളൽ കലാരൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതിന്റെ കൂടെ കുഞ്ചൻ നമ്പ്യാരാണ് ഇത് കൊണ്ടുവന്നതെന്ന് ആലോചിക്കുക. ഇനി 3 തരത്തിലുള്ള തുള്ളലുണ്ട് എന്ന് മക്കൾ ഓർക്കണം. ഏതൊക്കെയാണ്? ഓട്ടം തുള്ളൽ, പറയും തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ എന്നിങ്ങനെ 3 വിധത്തിലുണ്ട് തുള്ളൽ കലാരൂപം. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദ്യമൊക്കെ വരും, ഇങ്ങനെ 1 വേർഡിലൊക്കെ ചോദ്യം വരും. അതായത് തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് ആര് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? കുഞ്ചൻ നമ്പ്യാരാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള പരിസരം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വേസ്റ്റ് അതാത് ബോക്സിൽ നമുക്ക് നിക്ഷേപിക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളിപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ബോക്സുകൾ കാണാനായിട്ട് പറ്റും. ഈ 3 ബോക്സുകളും ചിലപ്പോൾ 3 നിറത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്തിനാണ് ഈ 3 ബോക്സ്, അല്ലെങ്കിൽ ഏതെല്ലാം മാലിന്യങ്ങൾ എവിടെയെല്ലാം നിക്ഷേപിക്കണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ ഒരു ഉത്സവത്തിനൊക്കെ പോയിട്ട് ഉത്സവമൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ധാരാളം വേസ്റ്റുകൾ കാണാനായിട്ട് വരും. പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളുണ്ടാവും, അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ ഒക്കെ ബോട്ടിൽസ് ഉണ്ടാവും, പിന്നെ വേണ്ടാത്ത കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മളോട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് കൊണ്ട് നിക്ഷേപിക്കുവാണോ വേണ്ടത്? അല്ല. ഓരോ മാലിന്യങ്ങളും തിരിച്ചറിഞ്ഞ് അതാത് കൊട്ടയിൽ വേണം നമ്മൾ നിക്ഷേപിക്കാൻ. അതായത് മക്കളെ, നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് 3 ബോക്സ് കാണാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, ഇതുപോലെ ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്ന അജൈവ മാലിന്യങ്ങൾ ഇടാനുള്ള ബോക്സ്. 2, പച്ച നിറത്തിൽ കാണുന്ന ജൈവ മാലിന്യങ്ങൾ ഇടാനുള്ള ബോക്സ്. 3, ഈ ഒരു ചുവപ്പ് നിറത്തിൽ കാണുന്ന അപകടകരമായ മാലിന്യങ്ങൾ ഇടാനുള്ള ബോക്സ്. എന്താണ് ഈ അപകടകരമായ മാലിന്യങ്ങൾ എന്നറിയാവോ? നമ്മൾ ഈ പറയുന്ന റിമോട്ടിൻ്റെ ഒക്കെ ബാറ്ററി ഒക്കെ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മണ്ണിൽ ലയിക്കത്തുമില്ല, പക്ഷെ നമുക്ക് ദോഷമായിട്ടുള്ള അപകടമായിട്ടുള്ള ഈ പറയുന്ന റിമോട്ടിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ വയറുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മരുന്നിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, കേടായ മരുന്നുകളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നതിനാണ് ഈ പറയുന്ന അപകടമായിട്ടുള്ള മാലിന്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഇനി മണ്ണിൽ ലയിക്കുന്ന കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ പേപ്പർ, ഫുഡ് വേസ്റ്റ്, അതാണ് ഈ കൊടുത്തിരിക്കുന്ന പച്ച നിറത്തിലുള്ള ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഇനി മണ്ണിൽ ലയിക്കാത്തതുണ്ടാവുമല്ലോ, ഈ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളൊക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതേസമയം നമുക്ക് ദോഷകരമാവുന്ന അപകടകരമാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊടുത്തിരിക്കുന്ന റെഡ് കളറിലുള്ള ബോക്സിൽ വേണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും all the very best. Thank you so much. Bye bye.